ഈ മഴക്കാലത്ത് ചെറിയ ചെറിയ മഴച്ചാറ്റിൽ കൊള്ളുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പ് വരുമ്പോഴോ പ്രത്യേകിച്ച് കഫദോഷ പ്രകൃതിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നീരിളക്കവും തുമ്മലും മൂക്കടപ്പും മൂക്കൊലിപ്പും ജലദോഷവും ചുമയും കഫക്കെട്ടും സൈനുസൈറ്റിസ് പോലുള്ള രോഗാവസ്ഥകൾ അതല്ലെങ്കിൽ കഫജമായിട്ടുള്ള തലവേദന ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇനി ആസ്മ പോലുള്ള രോഗാവസ്ഥകളുടെ പാരമ്പര്യ ഘടകങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നെഞ്ചിലേക്ക് കഫക്കെട്ട് വരാം, ചുമ വരാം, പിന്നീട് അത് ആസ്മയായിട്ട് മാറാം. ഇതിനോടൊപ്പം തന്നെ ചെറുങ്ങനെ പനിക്കോളുണ്ടാവാം, വിശപ്പില്ലായ്മ വരാം. അപ്പോൾ ഇത്തരം അവസ്ഥയിലൊക്കെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ചില ഹോം റെമഡീസ് നിർദ്ദേശിക്കാറുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഈ കോൾഡും നീരിളക്കവും തടയുന്നതിനായിട്ട് ചില പ്രയോഗങ്ങൾ ഇവിടെ പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു മഴച്ചാറിൽ കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നാല് ആദ്യം തന്നെ നന്നായിട്ട് തല തുടച്ച് വൃത്തിയാക്കിയിട്ട് അല്പം രാസനാധിപതി നെറുകയിൽ തിരുമുന്നത് ശീലാക്കുക. ഇതിനൊട്ടും മടിക്കണ്ട, കാരണം ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞാല് നിങ്ങളൊന്ന് ആവി പിടിക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് അല്പം തുളസിയില ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളമോ അതല്ലെങ്കിൽ അല്പം യൂക്കാലി തൈലോ ഇഞ്ചിപ്പുൽ തൈലോ ഇതൊക്കെ വീടുകളിൽ കിട്ടുമെങ്കിൽ അതൊരു 3-4 തുള്ളി ഒഴിച്ച് ആ വെള്ളം തിളപ്പിച്ച് അതിൽ നിന്ന് വരുന്ന നീരാവി കൊള്ളുക. ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 2 നേരവും ചെയ്യാം. രാവിലെയും ആവി കൊള്ളാം, വൈകിട്ടും ആവി കൊള്ളാം. ഇത് നിത്യേന ഒരു 7 ദിവസം അടുപ്പിച്ചങ്ങോട്ട് ചെയ്യാമെങ്കിൽ ഈ നീർക്കെട്ട്, നീർക്കോള്, ജലദോഷം, കഫക്കെട്ട്, ചുമ, ആസ്മ, തലവേദന, സൈനുസൈറ്റിസ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് സഹായകരവും. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു സംഗതി കൂടെ നമ്മൾ മുൻ വീഡിയോകളിൽ പറയാറുള്ള പോലെ ചുക്കും കുരുമുളകും തുളസിയിലയും ജീരകവും വെളുത്തുള്ളിയും ഈ 5 കൂട്ടം ചതച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. ഇതൊരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടെ ചതച്ചിട്ടത് ഒരു പിടി ഇത്രേ വേണ്ടു. ഇതൊരു 20 മിനിറ്റ് സമയം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. അത് തിളച്ചതിന് ശേഷം ആ ചണ്ടി അരിച്ചു മാറ്റുക. എന്നിട്ട് ഈ വെള്ളം ഫ്ലാസ്കിൽ സൂക്ഷിക്കുക. ആ വെള്ളം ഒരു 1/4 ഗ്ലാസ് വീതം പലവട്ടായിട്ട് കുറേശ്ശെ ഒരു 1.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർക്കുക. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളെല്ലാം തന്നെ ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ആരംഭഘട്ടത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ കോൾഡും ജലദോഷവും പനിക്കോളും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിനായിട്ട് സാധ്യമാവുന്നതാണ്. ഇനി ഇത് രോഗാവസ്ഥ കൂടിക്കൂടി വരികയാണ്. ചുമയും കഫക്കെട്ടുമായിട്ട് മാറുന്നു, നെഞ്ചിലേക്ക് കഫക്കെട്ടുണ്ട്, ചുമ വരുന്നു. ഇത്തരം അവസ്ഥകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരംഭഘട്ടത്തിൽ വേണമെങ്കിൽ ഓരോ ടീസ്പൂൺ ദശമൂല രസായനം 3 നേരം ഭക്ഷണത്തിന് മുൻപ് സേവിക്കാം. ഇനി അതല്ലെങ്കിൽ ദശമൂല രസായനം തന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം 5-6 പ്രാവശ്യം പലവട്ടായിട്ട് നാക്കിൽ പുരട്ടി അലിയിച്ചിറക്കാം. ഇതൊക്കെ ഈ ചുമയും കഫക്കെട്ടും ആരംഭിക്കുന്ന ദിവസത്തിൽ തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. അതുകൊണ്ട് അത് ഫലവത്താകാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും താമസിക്കരുത്. അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കും ദേഹസ്ഥിതിക്കും അനുസരിച്ച് വേണ്ടതായ കഷായങ്ങൾ, മറ്റ് ഔഷധങ്ങൾ ഉള്ളിലേക്ക് നിർദ്ദേശിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കഫസംബന്ധമായി ശിരസിനെ ആശ്രയിച്ചുണ്ടാവുന്ന ഈ ചുമയും കഫക്കെട്ടും തുമ്മലും ആസ്മയും മൂക്കൊലിപ്പും മൂക്കടപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തലകുളി തീർച്ചയായിട്ടും ഒഴിവാക്കണം. ശിരസിനെ ആശ്രയിച്ച് എന്ത് രോഗാവസ്ഥയുണ്ടെങ്കിലും തലകുളി ഒഴിവാക്കണമെന്ന് സുശ്രുതാചാര്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തലകുളി ഒഴിവാക്കുക. അശിരസ്നാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിന് പകരമായിട്ട് നിങ്ങൾ പറയും തല വേർക്കും, തല വേർത്ത് നീരിറങ്ങും, തലയിൽ നിന്ന് ദുർഗന്ധം വരും എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് ഒരു തോർത്തുമുണ്ട് നല്ല ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് തല തുടച്ചോ, രാവിലെയും വൈകിട്ടും ചെയ്തോ, അതിനുശേഷം അല്പം രാസനാധിപതി നെറുകയിൽ തിരുമ്മിക്കോ. ഇത് മതിയാവും ഒരു 4-5 ദിവസത്തേക്കെങ്കിലും. എന്നിട്ട് ഈ ചുമയും കഫക്കെട്ടും പനിയൊക്കെ വിട്ടുമാറിയതിനു ശേഷം മാത്രം തല കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അറിയാത്ത പലരും ഉണ്ട്, യുവാക്കളുണ്ട്, യുവതലമുറയുണ്ട്. നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലും കുളത്തിലും ഷവർ ബാത്തിലും ഒക്കെ നല്ല പോലെ കുളിക്കുന്നുണ്ട്, നല്ല പോലെ വിശാലമായിട്ട് കുളിക്കുകയാണ് ഈ പനി വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഈ സമയത്ത് ദഹിക്കാൻ പ്രയാസമുള്ള പൊറോട്ടയും ഫ്രൈഡ് റൈസും ബർഗറും പിസയും ചോക്ലേറ്റും ഐസ്ക്രീമും തണുത്ത സംഗതികളും എണ്ണപ്പലഹാരങ്ങളും ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പുവടയും ഇത്തരം സംഗതികൾ ഒഴിവാക്കുക. നല്ല ചൂടോടെ പൊടിയരിക്കഞ്ഞിയും ചുട്ട പപ്പടവും ഒരു ചമ്മന്തിയും ഒക്കെ മാത്രം കഴിച്ച് ജീവിക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു 3-4 ദിവസം കൊണ്ട് അങ്ങോട്ട് സെറ്റിൽ ആയിക്കോളും. ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കുടിക്കാം. അതുപോലെ ഓറഞ്ചൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കാം. ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ തണുത്ത വെള്ളമോ ഐസോ ചേർക്കരുത് കേട്ടോ. അതുപോലെ കിവി ഫ്രൂട്ട് കഴിക്കാം, നെല്ലിക്ക കഴിക്കാം. ഇതൊക്കെ ഇത്തരം രോഗാവസ്ഥകൾ വിട്ടുമാറുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഒരു 3-4 ദിവസം പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നത് കൂടെ ചെറുങ്ങനെ ഒരു ക്ലൈമറ്റ് വ്യത്യാസം വരുമ്പോൾ, അതല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ അടുത്തിരിക്കുന്ന ആളൊന്ന് തുമ്മിയാല്, അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മഴച്ചാറിൽ കൊണ്ടാല് അപ്പം നീരിളക്കം വരുന്ന പ്രകൃതക്കാരുണ്ട്. അത്തരക്കാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങളെപ്പോലെ മറ്റൊരാൾക്കും കൂടെ പ്രയോജനം കിട്ടുന്നതിനായിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.